അത് തന്നെ ചോദിച്ചു. എങ്ങനെ ബന്ധം വന്നേന്ന് ചോദിച്ചോ, മനസ്സിലായില്ല. അങ്ങോട്ട് നോക്കല്ല, ഞാനല്ല നിന്നോട് വചനം പറയണേ. അങ്ങോട്ട് നോക്കി കഥ പറയാനാണെങ്കിൽ നീ എൻ്റെ ഇല്ലത്ത് വരേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഞാൻ തൊപ്പിക്കാരൻ്റെ മാതിരി ഞാൻ ചില നേരത്ത് മനസ്സിലാവണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് മനസ്സിലായില്ല. അതായത് കണ്ട് മനം തെളിഞ്ഞ് മംഗല്യം കഴിച്ചല്ലേ നിങ്ങളുടെ ആ ജീവിതത്തില് കുഴപ്പങ്ങളൊന്നുമില്ല. അതറിയാൻ വേണ്ടിട്ടാ, മനസ്സിലായി. അത് കൂടാണ്ട് നിന്നെ വേറെ ആരെങ്കിലും ഇഷ്ടം പറഞ്ഞു വന്നിട്ടുണ്ടായ ഈ ഉണ്ണി വരുന്നതിന് മുമ്പ് എത്ര പേര്? അത് തന്നെ ചോദിച്ചുള്ളൂ. അത് തന്നെ ചോദിച്ചുള്ളൂ. ഈ ഉണ്ണിയെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് വേറൊരു ഉണ്ണി ഇഷ്ടം പറഞ്ഞു വന്നോന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിച്ചു. എന്നിട്ട് എന്തേ? നീ വേണ്ടാന്ന് പറഞ്ഞു. ആ ഉണ്ണി ഇഷ്ടം കൊണ്ട് പറഞ്ഞു വന്നതല്ലേ അല്ലേ? അത് തന്നെ ചോദിച്ചു. ഇപ്പൊ മനസ്സിലായ ഞാൻ എന്തിനാ നിന്നോട് മുഖത്തോട് മുഖം നോക്കി വചനുണ്ടാകും പറയണേ? കാര്യം മനസ്സിലായ നിനക്ക്? ആ ഉണ്ണിയുടെ ദേശം എവിടെയാ? ഇനി വരുമ്പോഴേ നീ ആദ്യമായിട്ടല്ല കൊന്ന്. ഇനി വരുമ്പോഴേ നിന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ളൂ മണ്ണ്. നീ ഇപ്പൊ എവിടെയാ നിൽക്കണം? നിന്റെ ഭവനത്തിലോ എന്റെ വീട്ടിലോ അവരുടെ ഭവനത്തിലോ? അതായത് നിന്റെ പുരുഷന്റെ ഭവനത്തിലോ? അതെന്താ അങ്ങനെ? അല്ല ഇനി തിരിച്ചു പോകില്ലേ അങ്ങോട്ട്? അത് തന്നെ ചോദിച്ചു. അവിടെ നിന്ന് പോകുമ്പോഴേ അതിന്റെ 4 ഭാഗത്തിരുന്നുള്ളൂ മണ്ണെടുക്കാം. മനസ്സിലാവണ്ട? നിന്റെ നാമോദയം പറഞ്ഞ് നിന്റെ പേര് പറയാ. 5 നേരത്തെ നിസ്കാര ചടങ്ങുണ്ടാ നിനക്ക്? ഉണ്ടാ? 5 നേരത്തെ നിസ്കാര ചടങ്ങുണ്ടോന്ന്? 5 നേരത്തെ നിസ്കാര ചടങ്ങുണ്ടോന്ന്? 5 നേരം നിസ്കരിക്കണ്ടെന്ന് ഉണ്ടാ? 5 നേരം തെറ്റാണ്ട് നിസ്കരിക്കണ്ടാ നീ? അത് തന്നെ ചോദിച്ചോളൂ. ഞാൻ പിന്നെയും എടുത്തെടുത്ത് ആവർത്തിച്ച് ചോദിച്ചു. 5 നേരത്തെ നിന്റെ കുലാചാര പ്രകാരമായിട്ട് ആൺപെൺ വ്യത്യാസമില്ലാതെ കണ്ട് ആൺസന്താനങ്ങൾക്ക് അതിന്റെ ആലയത്തിലും പോകാൻ, പെൺസന്താനങ്ങൾ ഭവനത്തില് ആ മുടക്കം തെറ്റാതെ കണ്ട് 5 നേരത്തെ നിസ്കാര ചടങ്ങുണ്ടോന്ന് ചോദിച്ചെന്താ? അത് തെറ്റുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ചോദ്യം. മനസ്സിലാവുണ്ട? അപ്പൊ നിന്റെ ചിത്രം, നിന്റെ പുരുഷന്റെ ചിത്രം, നിന്റെ മാതാവിന്റെ പിതാവിന്റെ പേര്, പുരുഷന്റെ മാതാവിന്റെ പിതാവിന്റെ പേര്, അതിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ്, ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്. മനസ്സിലാവുണ്ട? ഇതും കൊണ്ടുപോവാ അടുത്ത കർമ്മത്തിന് വരുമ്പോ. അതുപോലെ തന്നെ അങ്ങേര് പോയ ഒരു പുസ്തകത്താളില്ലേ, എന്തെന്നാ പറയാ, അതിന്റെ അക്കം കൊണ്ടുപോവാ. മനസ്സിലായി? അക്കറിയോന്ന് എനിക്ക് മനസ്സിലായെന്ന് മനസ്സിലായി. അക്കം അറിയോന്ന് ചോദിച്ചുള്ളൂ. പാസ്പോർട്ട് നമ്പർ അത് തന്നെ എനിക്ക് അങ്ങനെ പറയാൻ പാടുള്ളൂ. നീ പറഞ്ഞ ഭാഷ വേറെയാ. അതെനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ഉണ്ണികളൊക്കെ ചാത്തന ഇപ്പൊ വേറെ ഭാഷയിലൊക്കെ വചനുണ്ടായെന്ന് ചോദിക്കും. ഇത് ഏത് ദേശങ്ങൾ കാണുന്നതാ, ഏത് ഉണ്ണികൾ കാണണം. അപ്പൊ എനിക്ക് അങ്ങനെ പറയാം. അക്കം, ആ അക്കങ്ങളെ എഴുതി കുറിച്ച് കൊണ്ടുപോവാ. മനസ്സിലാവണ്ട? ആ അക്കം നിന്റെ പുരുഷന് മാത്രമേ ഉള്ളൂ. ആ പുസ്തകത്താള് വേറെ ഉണ്ണികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇന്ന ദേശത്ത് കർമ്മത്തിന് എന്റെ കണ്ടത്തിൽ മിന്നു കെട്ടിയതായ, ഇന്ന ദേശത്ത് ഇന്ന മാതാവിനും പിതാവിനും ജനിച്ച ഇത്ര വയസ്സുകാല പ്രായം ഇന്ന പേരുള്ളതായ എന്റെ ഉണ്ണിസന്താനം, എന്റെ പുരുഷന് അവിടെ കർമ്മങ്ങളും കർമ്മസ്ഥാനങ്ങളും കൊടുത്ത് വഴിയുണ്ടാക്കി തരണം എന്ന് പറയാം. അതുപോലെ തന്നെ അവിടെ ആരെങ്കിലായിട്ട് തർക്കണ്ട. നിന്റെ പുരുഷന്റെ ചുറ്റുവട്ടത്തിൽ അവരായിട്ട് അവരുടെ, അതായത് പുരുഷന്റെ മാതാവോ പിതാവായിട്ട് അങ്ങനെ ചുറ്റുവട്ടത്ത് ആരെങ്കിലായിട്ടോ ബന്ധുമിത്രാദികളായിട്ട് വല്ല തർക്കണ്ടാവുന്നേ? അതെന്നെ ചോദിച്ചുള്ളത്. ഇന്നത്തെ കഥ, നാളത്തെ കഥ ഞാൻ പറയില്ല. നാളത്തെ കഥ എനിക്ക് പറയാൻ അറിയാണ്ടല്ല പറയില്ല. ഇന്നലെ വരെ കഴിഞ്ഞു പോയ കഥ ഞാൻ പറയുള്ളൂ. ഇവിടെ അങ്ങനെയാ. അപ്പോ ഒരു പച്ചപ്പെട്ടൊരു ചന്ദ്രക്കല, 5 കോഴിമുട്ട, ഒരു പുരുഷ പ്രതിമ, ഒരു സ്ത്രീ പ്രതിമ, ഇതൊക്കെ കൊണ്ടുപോവാ. ഇടാ, വഴി ഞാൻ ഉണ്ടാക്കി തരാം. മനസ്സിലായില്ല? പിന്നെ 5 നേരത്തെ തടുക്ക് പായല കർമ്മം മുടക്കം വരുത്തരുത്. ഇപ്പൊ നീ വല്ല വില്ലും പേരയ്ക്ക് പോണ്ട. അതിന്റെ നീ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിന്നല്ലേ പറഞ്ഞു? എവിടെയത് പറഞ്ഞ സ്ഥലം? അല്ല, അത് കൂടാണ്ട് നീ എന്തോ കർമ്മം ചെയ്യുന്ന എന്തിരിക്കുന്നു? എന്നിട്ട് എന്തിപ്പോ അത് നിർത്തിയെന്ന ചോദ്യം. അതറിയാൻ വേണ്ടിട്ടാ. മനസ്സിലായില്ല? അതായത് ഉണ്ണി നിന്നെ കുറെ ഉണ്ണികൾ വട്ടം വെച്ചതാ. അത് കഴിഞ്ഞ് കിട്ടിയത് ആ ഉണ്ണിക്ക. അപ്പൊ എന്റെ വളയത്തിൽ നിന്ന് അങ്ങനെ പോയെങ്കിലും നമ്മുടെ പേടി കൊണ്ടാ നിന്നോട് പോണ്ടാന്ന് പറഞ്ഞു. എന്തായാലും അത് നല്ലതാ, സന്തോഷമായിട്ട് പോട്ടെ. മനസ്സിലായ? ഇതൊക്കെ ഒന്ന് കൊണ്ടുപോട്ടാ. കേട്ടാ ഞാൻ പറഞ്ഞത്? നിന്റെ ചിത്രം, നിന്റെ പുരുഷന്റെ ചിത്രം, നിന്റെ പുരുഷന്റെ ആ പുസ്തകത്താളിന്റെ അക്കം, പോയ ദേശം, മനസ്സിലാവണ്ട? മണലാരണ്യത്തിൽ എവിടെയാണെങ്കിൽ അതും അന്യ കർമ്മത്തിന് ആ കർമ്മം, ആ മാതാവിന്റെ പിതാവിന്റെ പേര്, നിന്റെ മാതാവിന്റെ പിതാവിന്റെ പേര്, ഇതൊക്കെ എഴുതി കുറിച്ചുകൊണ്ടോ വഴി ഞാൻ ഉണ്ടാക്കി തരാം.